ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 9:23 ആയിട്ടുണ്ട് ടൈം. ഓൾറെഡി നമ്മുടെ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ ആണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് തന്നെ. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും താഴത്തേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുമാത്രമല്ല 1 മിനിറ്റ് ക്യാൻഡിലിൽ 1 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ BOS നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ BOSും ഈ FEGയും നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ആ ലെവലിലെത്തിയാൽ മാത്രം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു BOS ആയിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിവിടെ ജസ്റ്റ് BOS എന്ന് മാർക്ക് ചെയ്യൂ. ഇനി നമുക്ക് FEG വേണം. 1 മിനിറ്റിലുള്ള FEG ആണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 1 മിനിറ്റിൽ നമുക്ക് ഇവിടുന്ന് ഈ ക്യാൻഡിലിൻ്റെയും ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും ഈ സെക്കൻഡ് ക്യാൻഡിലിൻ്റെയും ഈ ഗ്യാപ്പിൽ നമുക്ക് FEG നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 9:22 ഒരു ക്യാൻഡിൽ കൂടി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് എൻഡ് എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ബെയർ സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് FEGയും ഓർഡർ ബ്ലോക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലെവലിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ നമുക്ക് ഇവിടെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഈ FEGയുടെ തൊട്ട് മുകളിലാണ് നമ്മുടെ പ്രീമിയം സോൺ. അപ്പോൾ നമുക്ക് സെല്ല് ചെയ്യേണ്ടത് അവിടെ നിന്നാണ്. അപ്പോൾ ആ ലെവലിലൊന്ന് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ടൈം 9:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കോഫോർജിലും ഒരു എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ഇവിടെ ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു FEGയിലാണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് കോഫോർജിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു COC ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ 1 മിനിറ്റ് FEG ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്കിൽ നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് FEGs നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇൻഡെക്സിലാണെങ്കിൽ നമുക്ക് 1 മിനിറ്റും 3 മിനിറ്റിൻ്റെയും ചാർട്ടിലുള്ള FEGs ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ലെവൽ ഈ ഹൈയും ലോയും തമ്മിൽ ഈ പ്രീമിയം ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച FEGയുടെ റേഞ്ചിലേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 9:35 ആയിട്ടുണ്ട്. ഓൾസോ നമ്മുടെ മാർക്ക് ചെയ്ത് വെച്ച കോഫോർജ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ലെവലിൽ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രേഡ് നമുക്ക് മിസ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. ഓൾറെഡി അത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ എൻട്രി കിട്ടിയിട്ടുള്ള കാരണം നമുക്ക് ഇവിടുന്ന് എൻട്രി ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിഫ്റ്റിയിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ ലെവലിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 1 മിനിറ്റിലൊരു സ്വീപ്പ് ഇൻട്രാഡേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു താഴത്തേക്ക് വന്നാൽ നമുക്ക് ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ടാർഗറ്റായിട്ട് നമുക്ക് 24,415 അടിയിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കണ ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് എപ്പോഴാണ് വെക്കേണ്ടത്? സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ FEGന്ന് ഉണ്ടാക്കിയ ആ വിക്കിൻ്റെ ഹൈ തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും വയ്ക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ക്യാൻഡിൽ കൂടിയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെ എപ്പോഴും വരുന്നുള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ കൊടുത്തിരുന്ന ട്രേഡാണത്. ടെലിഗ്രാം ചാനൽ നമ്മൾ മോർണിംഗ് സെക്ഷനിൽ കൊടുത്ത് 24,550 പുട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് തന്നെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം 128, 130 ലെവലിലാണുള്ളത്. നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഓപ്ഷൻസ് തന്നെയാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് 110-ൻ്റെയും 140-ൻ്റെയും ഇടയിലുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. എന്തായാലും മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് തൊട്ട് മുകളിൽ ഈ വിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് വയ്ക്കാം. ടാർഗറ്റ് നമുക്ക് ജസ്റ്റ് 24,415 ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെ അവിടെയായിട്ട് നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഓൾമോസ്റ്റ് 1:3 റേഷ്യോയിൽ നമുക്ക് ഇവിടെ ടാർഗറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ടാർഗറ്റ് അടിക്കുമോ അതോ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ ഇല്ലയെന്ന് നമുക്ക് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 9:45 കഴിഞ്ഞിരിക്കുകയാണ്. മുമ്പ് എൻട്രി കിട്ടാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ്. ഇൻറ്റേർണലായിട്ട് ഒരു സ്വീപ്പ് 1 മിനിറ്റ് സ്വീപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും എൻട്രി എടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ലോഡ്സ് ഇവിടുന്ന് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് സെയിം തന്നെ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ രണ്ടാമത്തെ വിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചെറിയ സ്റ്റോപ്പ് ലോസിന് നമുക്ക് എപ്പോഴും വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എൻട്രി എടുക്കുന്നവർക്ക് മാത്രമാണ് ആ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാം, ടാർഗറ്റ് അടിക്കുമോ അതോ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ ഇല്ലെന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ട്രേഡ് 1:3 ടാർഗറ്റ് 1:3.5 ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരുന്ന നിഫ്റ്റിയിൽ കൊടുത്തിരുന്ന ട്രേഡ് ഓൾമോസ്റ്റ് 50+ പോയിൻറ്റ്സ് നമുക്ക് 24,550 പ്രീമിയത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ഫ്രീ ചാനലിലും കൂടി നമുക്കൊരു ട്രേഡ് നമുക്ക് ഇവിടുന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ താഴത്തെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചിട്ടുണ്ട്, അത് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ഹൈയിൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കണ ആ സർക്കിളിൻ്റെ തൊട്ട് മുകളിലായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ റിവേഴ്സിൽ എൻട്രി നമുക്ക് കോൾ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴത്തേക്ക് തന്നെയാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഒരു എൻട്രി കൂടി ഇവിടെ കിട്ടുമില്ല എന്ന്. ഇപ്പോൾ 10:50-51 ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആ സ്വീപ്പ് ഇൻറ്റേർണലായിട്ടുള്ള സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ 23,400 ആ റെസിസ്റ്റൻസിൽ നിന്ന് റിജക്ഷനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും താഴത്തേക്ക് തന്നെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഒരു റിവേഴ്സ് സെറ്റപ്പിനുള്ള ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതല്ല. അപ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ലെവലിലേക്ക് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. 24,400 ഉണ്ടാക്കിയ ഒരു ചെറിയൊരു 1 മിനിറ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം. ഇവിടെ ഒരു സ്വീപ്പ് കൂടി, ഇവിടെ ഒരു ഹൈയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടെലിഗ്രാം ചാനൽ റിസ്കി ട്രേഡ് എന്ന് മെൻഷൻ ചെയ്തത്. കാരണം ഈ ഒരു സ്വീപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ല മൂവ്മെൻറ്റ് കിട്ടും. നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഹൈയുടെ ആ സ്വിങ് ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് വയ്ക്കാം. അവിടെ നിന്ന് ആ ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ സെറ്റപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ട്രേഡ് ഫെയിൽ ആവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റ് നമുക്ക് ഇവിടെ ഒരു 1:3 ഇവിടെ ഒരു ഈ സ്വിങ് ലോ നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. ഓൾമോസ്റ്റ് ഒരു 1:3.5 തന്നെ വീണ്ടും ഒരു ട്രേഡ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ സ്വിപ്പിൻ്റെ ഹൈയിലും ടാർഗറ്റ് നമുക്ക് ഈ സ്വിങ് ലോ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 1:3 റേഷ്യോയിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് കിട്ടുന്നതാണ്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾസോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും നല്ല നല്ല ലെവൽസുകൾ കിട്ടുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ട്രേഡ് നമ്മൾ ടെലിഗ്രാം ചാനൽ കൊടുത്തിരുന്ന ട്രേഡാണ്. 24,500 പുട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഒരു 125-128 ലെവലിലാണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത് ടാർഗറ്റാണോ അത് SL ആണോ അല്ലേന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതും ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി 24,500 പുട്ട് ഓൾമോസ്റ്റ് ഒരു 30+ പോയിൻറ്റ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ 1:3 ടാർഗറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് 11:28 ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടാർഗറ്റ് അടിക്കുമെന്നാണ് പ്രതീക്ഷ. കുറച്ചും കൂടി വരാനുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മൾ കൊടുത്ത ടാർഗറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ട്രേഡ്. ഓൾമോസ്റ്റ് 2 ട്രേഡ് നമുക്ക് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. കോഫോർജ് മാത്രമാണ് നമുക്ക് ഓക്കെ നമ്മൾ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രേഡും ടാർഗറ്റ് ആയിട്ടുണ്ട്. കോഫോർജ് നമുക്ക് നല്ലൊരു ട്രേഡാണ് മിസ്സായി പോയത്. നല്ല മൂവ്മെൻറ്റ് കോഫോർജിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്തായാലും ട്രേഡ് മിസ്സായി പോയി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയും കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ ട്രേഡ്.
ഇപ്പോൾ ഇത് ടൈം 2:11 മൂന്നാമത്തെ ഒരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു സ്വീപ്പ് നടന്നിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് നമുക്കിവിടെ കറൻറ്റ്ലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ആ FVGയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് 1:5 റേഷ്യോയിൽ നമുക്കിവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ആ മുമ്പത്തെ 24,400 റെസിസ്റ്റൻസിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ എൻട്രി എടുക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ട്രേഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രി തരുമില്ല നമുക്ക് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2:11 ഓൾമോസ്റ്റ് ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റിലുള്ള ട്രേഡുകളൊക്കെ റിസ്കി ആയിരിക്കും. എന്തായാലും നമുക്കെന്തായാലും നോക്കാം. എന്തായാലും എൻട്രി തന്നിട്ടില്ലല്ലോ, എൻട്രി തരുമില്ല നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു സൈഡ് വേസ് മൂവ്മെൻ്റാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 3 മണി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ട്രേഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എൻട്രി കിട്ടിയില്ല. ജസ്റ്റ് നമ്മുടെ FVGയുടെ അവിടെ എൻട്രി മിസ്സായിട്ട് ടാർഗറ്റിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്തായാലും കുഴപ്പമില്ല, 2 ടാർഗറ്റ് ഹിറ്റായി. കോഫോർജും ഈ മൂന്നാമത്തെ ട്രേഡും നമുക്ക് മിസ്സായിരിക്കുകയാണ്. ഇനിയപ്പോൾ കുഴപ്പമില്ല, എന്തായാലും വിഷമിക്കേണ്ട. എന്തായാലും വീണ്ടും നാളെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോയിൽ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.